പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഐഷ കൊലക്കേസിൽ സെബാസ്റ്റ്യൻ കസ്റ്റഡിയിൽ. ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയാണ് 28 വരെയും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടത്. ഐഷ കേസിൽ സെബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം ചുമത്തി ചേർത്തല പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ബിന്ദു പത്മനാഭൻ ജൈനമ കൊലപാതക കേസുകൾക്ക് പിന്നാലെ മൂന്നാമത്തെ കൊലക്കേസിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഇപ്പം 3 കേസുകളിൽ സെബാസ്റ്റ്യനെതിരെ 3 കൊലക്കേസുകളിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു. ഇനി 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഐഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും പോലീസിൻ്റെ നടപടികൾ? ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് മാത്രമല്ല ഇനി മറ്റ് 2 കൊലപാതക കേസുകൾ കൂടി, മറ്റ് 2 തിരോധാന കേസുകൾ കൂടി ചുരുളഴിയണം. അത്തരം നടപടികൾ ഉണ്ടാകുമോ? അതോ ഈ ഐഷ കൊലക്കേസിൻ്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കുമോ മറ്റ് കേസുകളിലേക്കുള്ള നടപടികൾ? മറ്റ് 2 കേസുകളും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് ചേർത്തല പോലീസാണ് അന്വേഷിക്കുന്നത്. ചേർത്തല CA നൈസ് കഴിഞ്ഞ ദിവസം ചേർത്തല മജിസ്ട്രേറ്റ് കോടതി 1 സെബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചത്. ചേർത്തല മജിസ്ട്രേറ്റ് കോടതി 1 സെബാസ്റ്റ്യൻ 28 വരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മറ്റ് കേസുകൾ നമുക്കറിയാം, സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 സ്ത്രീകളുടെ തിരോധാനവും കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഉള്ള കേസുകൾ, അതായത് ഒരു കേസിൽ തന്നെ ചോദ്യം ചെയ്യുമ്പോഴും മറ്റ് കേസുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷണ സംഘം തേടാറുണ്ട്. അത്തരത്തിലൊരു ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ഒക്കെ സംയുക്തമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ സെബാസ്റ്റ്യൻ ഇപ്പോൾ ചേർത്തല പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട് ഇനി വിശദാംശങ്ങൾ തേടേണ്ടതായി ഉണ്ട്. നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇയാളിപ്പോൾ വിയ്യൂർ ജയിലിലാണ് ഉള്ളത്. അവിടെ നിന്നാണ് ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അയാൾ വിയ്യൂർ ജയിലിൽ അയാളെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. തെളിവെടുപ്പ് അടക്കം ഐഷ തിരോധാന കേസിൽ നിർണായകമായ സാക്ഷിമൊഴികൾ സെബാസ്റ്റ്യനെതിരെ ലഭ്യമായിട്ടുണ്ട്. അതിൽ നേരത്തെ ന്യൂസ് 18 തന്നെ പുറത്ത് വിട്ട സുബൈദ എന്ന സ്ത്രീയുടെ മൊഴി വളരെ നിർണായകമാണ്. അവര് ഈ സെബാസ്റ്റ്യൻ ഐഷയെ കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ടു എന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപയും ഒപ്പം 2 ലക്ഷം രൂപയും 1 പവൻ സ്വർണവും സെബാസ്റ്റ്യന്റെ കയ്യിൽ ഐഷയുടേതായി ഉണ്ടായിരുന്നു എന്നുള്ളതടക്കമുള്ള മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഐഷയെ കാണാതായതിനു ശേഷം ഇവരെ നേരിട്ട് സെബാസ്റ്റ്യൻ, എന്തായാലും ഇയാള് ഐഷയെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം എന്ത് ചെയ്തു എന്നറിയണം, എങ്ങനെയായിരുന്നു കൊലപ്പെടുത്തിയെന്ന് അറിയണം. മാത്രമല്ല പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പറയുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ? അത്തരം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ പ്രധാനപ്പെട്ടത് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ഉള്ള ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് റോസമ്മ എന്ന വാരണാസി സ്വദേശിയായ സ്ത്രീയാണ്. അവര് മാധ്യമങ്ങളുടെ, അതായത് ന്യൂസ് 18 നടത്തിയ ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേസിൽ 2ാമത് വെളിച്ചം വീശുന്നത്. കാരണം ഈ കേസും അൺഡിക്റ്റേറ്ററുടെ നേരിൽ തള്ളിയ ഒരു കേസായിരുന്നു. പക്ഷെ റോസമ്മ സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു. പിന്നീട് ഈ കേസ് റീഓപ്പൺ ചെയ്യാനും അത് കൊലപാതകം, അന്ന് മിസ്സിംഗ് കേസായി റീഓപ്പൺ ചെയ്ത കേസ് ഇപ്പോൾ കൊലപാതക കേസായി എത്തി നിൽക്കുകയാണ്. എന്തായാലും റോസമ്മയുമായി കണക്ട് ചെയ്തുമൊക്കെ ഐഷയുടെ വിഷയങ്ങൾ തേടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റോസമ്മ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആ കാലയളവിൽ റോസമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ജൂലി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ? കാരണം അവരെ സംബന്ധിച്ച് കൃത്യമായ കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഈ 5 ദിവസ കാലയളവിൽ ഉണ്ടാവുക. യെസ്, ശരണ്യ, എന്തായാലും 5 ദിവസത്തെ ചോദ്യം ചെയ്യൽ, ഇതോടൊപ്പം ഇനി ഈ കേസിൽ സെബാസ്റ്റ്യനെതിരെ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവെന്താണ്? കാരണം നിരവധി മൊഴികളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഐഷയുടെ സുഹൃത്തുക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ
ഐഷയെ കൊലപ്പെടുത്തി എന്ന് കാര്യത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് അന്വേഷണ സംഘം ഇപ്പോൾ പുതിയ ഒരു നിലയിലേക്കാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ കൂടെ കോൺഫിഡൻസ് ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഉള്ള കുറ്റസമ്മതം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതായി ഉണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് കൃത്യമായൊരു കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഐഷയുടെ വാർനാട് വീട്ടിൽ സെബാസ്റ്റ്യൻ എത്തിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ഈ പണം എന്ത് ചെയ്തു എന്ന്. കാരണം ഏറ്റവും ഒടുവിൽ ഐഷ തിരോധന കേസുമായി ബന്ധപ്പെട്ട് ഈ ഐഷ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു നിർണായകമായ കാര്യമാണ്. ബാക്കിയുള്ള എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാകും തുടർ ദിവസങ്ങളിലെ നീക്കം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിൽ ഐഷ കൊലക്കേസിലാണ് പ്രതി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കോടതി.